ഗുജറാത്തിലെ സൂറത്തിൽ പടക്കപ്പലിൽ മിസൈൽ പരീക്ഷണവുമായി ഇന്ത്യ. നാവികസേനയുടെ INS വിക്രാന്തിലാണ് ലേസർ നിയന്ത്രിത മിസൈൽ പരീക്ഷണം. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, ഒരുക്കമാണോ പ്രതിരോധമാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഈ തരത്തിൽ വഷളായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരീക്ഷണം നടക്കുമ്പോൾ അതിന് ആ തരത്തിൽ ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ട്. INS സൂറത്ത് സമീപകാലത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു കൂട്ടിയ കപ്പലാണ്. അതൊരു ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണ്. അതായത് മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ വെസലുകളെ തകർക്കാൻ ശേഷിയുള്ള ഒരു യുദ്ധക്കപ്പലാണ്. ഏതായാലും അതിന്റെ ഒരു പരീക്ഷണമാണ് അറബിക്കടലിൽ ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. നേവിയുടെ വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. INS സൂറത്ത് ഹാസ് സക്സസ്ഫുള്ളി കാരിഡ് ഔട്ട് എ പ്രിസിഷൻ കോഓപ്പറേറ്റീവ് എൻഗേജ്മെന്റ് ഓഫ് എ സീ സ്കിമ്മിംഗ് ടാർഗറ്റ് എന്നതാണ്. മാർക്കിംഗ് എ സിഗ്നിഫിക്കന്റ് മൈൽസ്റ്റോൺ ഇൻ സ്ട്രെങ്തനിങ് ദ നേവീസ് ഡിഫൻസ് കേപ്പബിലിറ്റീസ് എന്നതാണ് ആ റിലീസിൽ പറയുന്നത്. കടലിലൂടെ ചെന്നി നീങ്ങുന്ന ശത്രുവിനെ, ആ ടാർഗറ്റിനെ മിസൈൽ ഉപയോഗിച്ച് അതിനെ പിന്തുടർന്ന് തകർക്കുന്ന ആ തരത്തിൽ മികച്ച ഒരു മിസൈൽ അത് രൂപീകരിക്കുകയും അത് INS സൂറത്തിൽ നിന്ന് വിജയകരമായി അത് പരീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നതാണ് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ നേവിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വളരെ വളരെ അധികം മുന്നിലാണ്. സമീപകാലത്ത് നിരവധി യുദ്ധക്കപ്പലുകൾ ഇന്ത്യ പുതുതായി കമ്മീഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും INS സൂറത്തിൽ നിന്ന് ഇത്തരമൊരു മിസൈൽ പരീക്ഷണം ഈ ഒരു സമയം അറബിക്കടലിൽ വെച്ച് നടക്കുമ്പോൾ അത് ലോകത്തിന്, പ്രത്യേകിച്ച് പാകിസ്ഥാന് നൽകുന്ന ഒരു സന്ദേശം വ്യക്തമാണ്. ആ കാര്യം പ്രത്യേകിച്ച് ഒരു വാർത്താക്കുറിപ്പായി നേവി അറിയിക്കുക കൂടി ചെയ്യുമ്പോൾ അതിന് അങ്ങനെ ഒരു പ്രാധാന്യം ഈ ഒരു സമയത്ത് കിട്ടുന്നുമുണ്ട്. ഏതായാലും നേവി അതിന്റെ കരുത്ത് 15 മടങ്ങ് പഴയ കാലങ്ങളിൽ വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നു. നിരവധി യുദ്ധക്കപ്പലുകൾ പുതുതായി വിശാഖപട്ടണം ക്ലാസ്സിലൊക്കെ അടക്കം പുതുതായി നേവിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ മിസൈലുകൾ കൂടി നേവി ഉപയോഗിക്കുന്ന കപ്പൽ ഉപയോഗിക്കുന്ന മിസൈൽ കൂടി ആ തരത്തിൽ ശത്രുവിനെ പിന്തുടർന്ന് ചെന്ന് നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കരുത്തുറ്റതാണ് എന്ന് അറിയിക്കുകയാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഏതാണ്ട് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട സമയത്ത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രതീതി ഉയരുന്ന ഘട്ടത്തിൽ ഈ മിസൈൽ പരീക്ഷണത്തിനും വലിയ പ്രസക്തിയുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.